ഞാൻ എന്ത് ചെയ്തെന്നാ അമ്മ ഈ പറയുന്നത്? പറയണോ ഞാന്? നീ ചെയ്തതൊക്കെ എണ്ണി എണ്ണി പറയണോ ഞാൻ? എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്തിട്ട് പതിവൃതയാക്കാൻ നോക്കുന്നു. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞത്? ഒരു തെറ്റിദ്ധാരണയില്ല. അമ്മേ അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മോൻ ചോദിക്കേ. അച്ഛന് ശരിക്കും എന്താ അമ്മ പറ്റിയേ? അച്ഛൻ എങ്ങനെയാ മരിച്ചേ? അമ്മ അതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മോൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അത് ഇന്ദ്രേട്ടൻ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ ചോദിക്കുന്നതാ. ഇന്ദ്രൻ എന്താ പറയുന്നത്? അച്ഛനെ അമ്മ കൊന്നൂന്നാ ഇന്ദ്രേട്ടൻ പറഞ്ഞേ. അത് സത്യമാണോ അമ്മേ? മോനെ, ഇന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് മോൻ അമ്മയോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. പിന്നെ ഇന്ദ്രേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അതറിയില്ല. നീ ഒന്നു മാത്രം വിശ്വസിച്ചാ മതി. നിന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു പഞ്ചപാവം. അതുകൊണ്ട് നിനക്ക് എളുപ്പം അവനെ കൊല്ലാൻ പറ്റി. അവൻ പഞ്ചപാപ ആയിരുന്നത് കൊണ്ടാണല്ലോ ഈ ഭൂമിയിൽ നിന്ന് നീയൊക്കെ അവനെ നേരത്തെ പറഞ്ഞു വിട്ടത്. ദേ, ഞാനും എന്റെ പിള്ളേരും മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. നീ നിന്റെ ഈ സന്തതിയും കൂടി വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത് വിശ്വനോ ഇന്ദ്രനെ കേട്ടാലുണ്ടല്ലോ ഇവിടെ വലിയ ഭൂകമ്പം നടക്കും. അതുകൊണ്ട് ഉള്ള തൊണ്ടയും വെച്ച് നീ ഇവനും കൂടെ ഏതെങ്കിലും മൂല പോയി ഇരുന്നോ. ഞാൻ എന്ത് ചെയ്തെന്നാ അമ്മ ഈ പറയുന്നത്? പറയണോ ഞാന്? നീ ചെയ്തതൊക്കെ എണ്ണി എണ്ണി പറയണോ ഞാൻ? എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്തിട്ട് പതിവൃതയാക്കാൻ നോക്കുന്നു. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞത്? ഒരു തെറ്റിദ്ധാരണയില്ല. നല്ല ധാരണയോടുകൂടി തന്നെയാ ഞാൻ പറയുന്നത്. നിനക്കറിയോ, എന്റെ മോനെ ഓർത്ത് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. എന്റെ കണ്ണീര് ഈശ്വരൻ കാണുന്നുണ്ടെങ്കിൽ നീയും ഇതുപോലെ അനുഭവിക്കും. നീയും വളർത്തുന്നുണ്ടല്ലോ ഒരു മോനെ. ഇവിടെ വാ. ഇവൻ വഴി നീ കണ്ണീര് കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്റെ അവസ്ഥ എന്താണെന്ന്. അമ്മ, മോളെ, അച്ഛൻ. അമ്മ കരയാതെ. അച്ഛനൊന്നും സംഭവിക്കില്ല. ഞാൻ അച്ഛനൊന്ന് പോയി കാണട്ടെ. ഇപ്പൊ പോകണ്ട. ഡോക്ടർ വന്നിട്ടുണ്ട്, പരിശോധിക്കുക. അമ്മ കരയരുതെന്ന് പറഞ്ഞില്ലേ? അച്ഛനൊന്നും സംഭവിക്കില്ല. കരയാതിരിക്കെ. അപ്പച്ചി,
വിഷമിക്കാതിരിക്കമ്മേ. അപ്പച്ചി വല്യേട്ട അമ്മ കരയാതെ. അമ്മാവനൊന്നും പറ്റില്ല. ഡോക്ടറെ അമ്മാവൻ എങ്ങനെയുണ്ട്? ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പപ്പേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അത് എന്തു പറ്റിയതാ? അറ്റാക്ക് ആയിരുന്നു. അയ്യോ, അയ്യോ, അയ്യോ. ഡോക്ടർ, ഐ എം എ ഡോക്ടർ പാർവതി. സിവിയർ ആയിട്ട് ഇറ്റ് വാസ് എ മൈൽഡ് അറ്റാക്ക്. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു അദ്ദേഹം. ആ അങ്ങനെ എനിക്കും തോന്നിയായിരുന്നു ഡോക്ടർ. പക്ഷേ ഞാൻ ചോദിച്ചിട്ടൊന്നും വിട്ടു പറഞ്ഞതുമില്ല. എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നൊന്നും തന്നെ സംഭവിക്കാതെ നോക്കണം. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒരിക്കലും അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. എന്തെങ്കിലും വൈകാരിക വരികയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഓക്കെ? ശരി ഡോക്ടർ. ആ, ഈ ഗിരി എന്ന് പറയുന്ന ആളാരാ? ഞാനാ ഡോക്ടറെ. നിങ്ങൾ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാ. എന്താ ഡോക്ടർ? കണ്ണു തുറന്നതിന് ശേഷം അദ്ദേഹം ആദ്യം തിരക്കിയത് ഗിരിയാണ്. അബോധാവസ്ഥയിലും ഗിരി എന്ന പേരാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചു നേരം ആരും അദ്ദേഹത്തെ ശല്യം ചെയ്യണ്ട. പിന്നെ ഇനി ഗിരിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കയറി കാണാം. അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരിക്കും. ശരി. അമ്മേ